സെക്സ് വർക്ക് ചെയ്യുന്നവരെ കല്ലെറിയുവാനും വിമർശിക്കുവാനും ഇവിടെ ആർക്കും ഒരു യോഗ്യതയുമില്ല. 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കും കൊച്ചമ്മമാരുടെ കിടക്കറയിൽ പോയി സുഖം കൊടുക്കുന്ന പുരുഷന്മാരിവിടെയുണ്ട്. ദ സെയിം ടൈമിൽ കോളേജിലേക്ക് കുളിച്ചൊരുങ്ങി പോകുന്ന കുട്ടികൾ ഇവിടുന്ന് ബോംബെയിലേക്കും ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പോകുന്നതായിട്ട് ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട്. അവരെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വാങ്ങിച്ചിട്ട് അവരുമായിട്ട് സെക്ഷൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുണ്ട്, ബന്ധങ്ങളിലുണ്ട്, കൂട്ടുകുടുംബങ്ങളിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ഇവർ ഈ സെക്സ് വർക്കിന് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. 100ൽ 1 or 2 പേര് പറയുമായിരിക്കും ആ ജോലി തരാമെന്നുള്ളത്. പക്ഷെ അവിടെ അബ്യൂസിങ് ആണ് നടക്കുന്നത്. അത് വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ്. ഒരു ബോംബെ തെരുവുകളിലോ ഹൈദരാബാദ് തെരുവുകളിലോ എവിടെയെങ്കിലും എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള സർവമാന കുട്ടികളെയും എസ്പെഷ്യലി പെൺകുട്ടികളെ എല്ലാവരെയും അണിയിച്ചൊരുക്കുന്ന ഡ്യൂട്ടി എനിക്കാ. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ രഞ്ജു രഞ്ജിമാറാണ്. നമസ്കാരം മാം. നമസ്തേ. പിന്നെ നമുക്ക് ഈ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്ന രഞ്ജു രഞ്ജിമാറിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയാണ് ഒന്ന് പറയാം? ഞാൻ ആക്സിഡൻ്റലി വന്നൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എനിക്ക് അങ്ങനെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് നിന്ന ഒരു എക്സ്പീരിയൻസോ ഒന്നും തന്നെ ഇല്ല. ഞാൻ എങ്ങനെയോ ഇതിനകത്ത് വന്നു പെട്ടു എന്ന് വേണം പറയേണ്ടത്. ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത് വഴിതെറ്റി വന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നാണ്. ഒരുപക്ഷെ ഞാൻ ഈ ഒരു മേഖലയിൽ വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനൊരു ബോംബെ തെരുവുകളിലോ ഹൈദരാബാദ് തെരുവുകളിലോ എവിടെയെങ്കിലും ആ ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ അങ്ങ് പോകേണ്ട ഒരാളായിരുന്നു. എന്തോ ദൈവത്തിന് എന്നോടൊരു കാരുണ്യം തോന്നി എന്നെ അപ്പുറത്തേക്ക് കുപ്പച്ചാലിലെ ചരിവിൽ ഇങ്ങനെ അങ്ങോട്ട് വീഴും എന്നുള്ളൊരു കണ്ടീഷനിൽ നിന്ന് ആരോ എന്നെ തട്ടിയെടുത്ത് ഇപ്പുറത്തേക്ക് ഇട്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് മുതലേ ഇങ്ങനെ ഈ മേക്കപ്പ് ചെയ്യുന്നതിനോടോ അല്ലെങ്കിൽ ഒരുങ്ങി നടക്കുന്ന പിന്നെ എൻ്റെ വീട്ടിൻ്റെ പരിസരത്തുള്ള സർവമാന കുട്ടികളെയും എസ്പെഷ്യലി പെൺകുട്ടികളെ എല്ലാവരെയും അണിയിച്ചൊരുക്കുന്ന ഡ്യൂട്ടി എനിക്കാ. രാവിലെ അവരെ സ്കൂളിൽ ഒരുക്കി വിടുക, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഒരു 4 മണി കഴിഞ്ഞിട്ട് ഒക്കത്തിനെ കുളിപ്പിച്ച് ഒരുക്കി കണ്ണൊക്കെ എഴുതി പുരുവൊക്കെ വരച്ച് പിന്നെ തേക്കിൻ്റെ തളിരല ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് ചുണ്ടുമേ തേച്ചിട്ട് എൻ്റെ വീട്ടുമേ തന്നെ മുല്ല ഉണ്ട്. കിണറ്റിൻ്റെ കരയിൽ മുല്ല പടർന്നിപ്പുണ്ട്. അതിൽ മുല്ലപ്പൂ പറിച്ച് കെട്ടി ഇതൊക്കെ തലയിൽ വെച്ച് കൊടുക്കുന്ന ജോലിയായിരിക്കും. അവിടെ നിന്നാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് വളരുന്നത്. എന്താ മേക്കപ്പ് ഐബ്രോ വരയ്ക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? തീപ്പെട്ടിക്കൊല്ലി ഇങ്ങനെ കത്തിച്ചിട്ട് കുറേ കത്തിച്ചിട്ട് അതങ്ങ് അണച്ചിട്ട് തുപ്പല് തൊട്ടിട്ട് ഇങ്ങനെ വരച്ചു. പിന്നെ ചെറുപ്പത്തിൽ ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടതാണ്, കുഞ്ഞിലെ പറഞ്ഞിട്ടുണ്ട് അമ്മേനോട് ഞാൻ പെണ്ണാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രായമായി കഴിഞ്ഞപ്പോഴാണല്ലോ കുറച്ചും കൂടി ജെൻഡർ റിവീൽ ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായി. അപ്പൊ വീട്ടിൽ നിന്നുള്ള പ്രതികരണമൊക്കെ എങ്ങനെ? അല്ല, അന്നും ഇന്നും ഐ ആം സോ ലക്കി. ഭയങ്കര ഭാഗ്യം ചെയ്ത ഒരാളാണ് ഞാൻ. അത് എനിക്ക് അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും. കാരണം എൻ്റെ ജെൻഡർ റിവീൽ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയ്ക്കോ എൻ്റെ മറ്റ് എൻ്റെ ഫാമിലിയിൽ ആർക്കും തന്നെ യാതൊരു വിധത്തിലുമുള്ള ഒരു റിയാക്ഷൻസും ഇല്ല. വേണ്ട എന്നുള്ള വാട്ട് എവർ ഇറ്റ് ഇസ്, നിൻ്റെ ഇഷ്ടം എന്താണോ അതിലേക്ക് പോവുക. പിന്നെ അതുപോലെ എൻ്റെ ഈ ഒരു ചേഞ്ച് ടൂമിച്ച് കാണാനായിട്ടുള്ളൊരു അവസരം ഞാൻ കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെ ആ ഒരു നല്ല സമയത്ത് തന്നെ ഞാൻ വീട് വിട്ടു എന്ന് പറഞ്ഞാൽ വീട് ഉപേക്ഷിച്ച് പോവുകയൊന്നും ചെയ്തതല്ല. ഞാനൊരു ജോലിയുടെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് എറണാകുളത്തേക്ക് വന്ന് പതുക്കെ എൻ്റെ ട്രീറ്റ്മെൻറ്റുകളും എൻ്റെ ചേഞ്ചസുകളും എല്ലാം വരുത്തി. പക്ഷെ ആ സമയങ്ങളിലെല്ലാം വീട്ടിൽ പോകുമ്പോൾ വീട് എത്തുന്നതിന് മുമ്പായിട്ട് ഞാൻ ലിപ്സ്റ്റിക്കുമായ കളയുമായിരുന്നു. അങ്ങനെ ഒരു ചെറിയൊരു നീരസം ഉണ്ടെങ്കിലോ, പക്ഷേ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ല. മുടി നന്നായിട്ട് വളർത്തിയിട്ടുണ്ട്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ പതുക്കെ ഇവനിപ്പം എൻ്റെ ഓരോ മാറ്റങ്ങളും ഘട്ടങ്ങളായിട്ടായിരുന്നു. അപ്പം അവിടെയൊക്കെ ഞാനിങ്ങനെ പരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും എതിർപ്പ് എവിടെന്നെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള. പക്ഷെ അവനടുത്തൊന്നും ഒരു എതിർപ്പില്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് ആളുകൾ ജെൻഡർ റിവീൽ ചെയ്യാൻ മടിക്കുന്നവരുണ്ട്. എന്നുവെച്ചാൽ അവരുടെ മനസ്സിലുണ്ടാവും, പക്ഷെ അവർക്ക് ഫാമിലി എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ സമൂഹം എങ്ങനെ അത് ഏറ്റെടുക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഒരുപാട് ആളുകൾ അതിൽ നിന്നൊക്കെ പിന്തിരിയുന്നവരുണ്ടാവും. അങ്ങനത്തെ ആളുകളോട്
എന്താ പറയുക? അല്ല, നമ്മുടെ ജെൻഡർ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ, നമ്മുടെ സെക്സ് നമുക്ക് മാത്രമേ, നമ്മുടെ സെക്ഷുവാലിറ്റി നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് മൂന്നും കൂടി കണക്ട് ചെയ്ത് കിടക്കുവാണ് നമ്മുടെ ലൈഫ്. പക്ഷെ അതിനെ റിവീൽ ചെയ്യുന്നതിനേക്കാൾ ഉപരി അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഹു ആം ഐ എന്ന് നമ്മൾ ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പം നമുക്കൊരു ചെറിയൊരു ഇൻബാലൻസിങ് തോന്നിയേക്കാം, ആണോ എന്നുള്ളത്. പക്ഷേ പോകെ 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 നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു യഥാർത്ഥ ജെൻഡർ പുറത്തേക്ക് വരികയാണ്. ഇല്ല, ഇനി ഇത് നമുക്ക് പറ്റത്തില്ല, ഇനി ഇതിനെ ഒളിച്ചു വെക്കാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗൺസിലിംഗ് എടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഒരു കൗൺസിലിംഗ് എടുത്തിട്ട് നമ്മളുടെ ആശയങ്ങളെല്ലാം അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് കരുതി കൗൺസിലറുടെ മുമ്പിൽ തുറന്നു വെക്കുന്ന ഈ പുസ്തകം അവർ അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇതൊക്കെ ഒരു രീതികളാണ്, ഇത് കുറച്ച് കഴിയുമ്പോൾ മാറും. അല്ലെങ്കിൽ നിങ്ങളൊരു പെണ്ണിനെ പ്രേമിക്കാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ ഒരു ആണിനെ പ്രേമിക്കാൻ ശ്രമിക്കൂ. ഒരു ട്രാൻസ് വുമണിനോട് പറയുന്നത് അങ്ങനെയായിരിക്കും, ട്രാൻസ് മെന്നിനോട് പറയുന്നത് അങ്ങനെയായിരിക്കും. ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഇൻട്രാക്ട് ചെയ്ത് നോക്കൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മുടെ മനസ്സിനുള്ളിൽ നമുക്കറിയാം നമ്മൾ ആരാണെന്നുള്ളത്. പക്ഷെ അതൊരു സൈക്കാട്രിസ്റ്റോ മറ്റാരും അല്ല തീരുമാനിക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ഒരു അവസ്ഥ വിശകലനം ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു പ്രോസസ്സിംഗ് ആണ് ഞാൻ പറയുന്നത്. കാരണം നമ്മൾക്ക് അപ്പോൾ ആഫ്റ്റർ സർജറിയിലേക്കൊക്കെ നീങ്ങണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പേപ്പറുകൾ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാനൊരു കൗൺസിലറെ സമീപിക്കണമെന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഡിസൈഡ് ചെയ്യുന്നത്. പക്ഷേ പല കുട്ടികളും അത് റിവീൽ ചെയ്യാൻ മടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പം അതില്ല. ഇപ്പം നമ്മുടെ ഒരു ജെൻഡർ ഒരു ഇൻബാലൻസിങ്ങിലേക്ക് പോകുന്നത് നമ്മളൊരു 10ാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴാണ്. ഒരു +1 +2 ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളായി മാറിക്കഴിഞ്ഞു. അവിടെ നമ്മൾ നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടെത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ കുടുംബത്തിൽ മറ്റു പ്രശ്നങ്ങൾ, ഇതെല്ലാം കണ്ടുകൊണ്ട് പലരും ഇത് റിവീൽ ചെയ്യാൻ മടിക്കും. അങ്ങനെ വീടിനു ചുവരുകൾക്കുള്ളിൽ റൂമിൻ്റെ അകത്ത് തന്നെ ഇവർ ഒതുങ്ങിക്കൂടാൻ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ എന്തൊക്കെ തന്നെ ആണെങ്കിലും ഫൈനലി ഇവരിത് ചാടുക തന്നെ ചെയ്യും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നത് ചാടും. ഇപ്പോൾ രഞ്ജുമാർ എന്ന് പറയുന്ന ആള് ഒരു പ്രായമെത്തിയപ്പം അത് ഫസ്റ്റ് അത് എൻ്റെ ഉള്ളിലൊരു പെണ്ണാണ് ഉള്ളത്, അല്ലെങ്കിൽ ഞാനൊരു പെൺ ശരീരമാണ് എന്ന് മനസ്സിലാകുന്ന ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ കുഞ്ഞുനാൾ മുതലേ ഞാനിത് മനസ്സിലാക്കി. ഞാൻ എന്നെ പറഞ്ഞു മനസ്സിലാക്കി, നീ ഒരു പെണ്ണാണ്, നീ ആണാണ് എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ സൊസൈറ്റി പറയുന്നു. ഞാനൊരിക്കലും പറയുന്നില്ല. ഞാനൊരു ആൺ ശരീരത്തിൽ ജീവിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അവിടെ എല്ലാം ഒരു എന്താ പറയുക, നല്ലൊരു പെൺകുട്ടി തന്നെ ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കെന്നെ തിരിച്ചറിയാനോ എനിക്കെന്നെ റിവീൽ ചെയ്യാനോ എനിക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു. കാരണം ഞാൻ ഇതിൻ്റെ ഈ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് ഞാനൊരു 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് ഞാനിത് അനുഭവിക്കുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് മാനസിക സമ്മർദ്ദത്തിലായിരുന്നു. കാരണം എനിക്കിത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എൻ്റെ ഉള്ളിൽ നിറച്ചൊരു പെണ്ണാണ്. എനിക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആളോട് ഒരു തരത്തിലും ഒരു വികാരം തോന്നുന്നില്ല. എനിക്ക് എൻ്റെ ഒരു മെയിലിനോടാണ് എനിക്ക് ഒരു ഇഷ്ടം തോന്നുന്നത്. അവരുമായിട്ട് സൗഹൃദം കൂടണം, അവരെ ഇഷ്ടപ്പെടുന്നു, അവരെ ഞാൻ അറിയാണ്ട് ഞാൻ സ്നേഹിക്കുന്നു. ഇതൊക്കെ ആ ഒരു ടീനേജ് കാലഘട്ടത്തിൽ എന്നിൽ സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത ഒരു സൊസൈറ്റിക്കുള്ളിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പം പല പേരുകളും വിളിച്ച് നമ്മളെ അധിക്ഷേപിക്കാൻ തുടങ്ങും. അവിടെയൊക്കെ നമ്മൾ സ്വയം കൺട്രോൾ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ പെൺകുട്ടികളുമായിട്ട് ഇഷ്ടപ്പെടാൻ ശ്രമിച്ചിരുന്നു. ചിലപ്പം എൻ്റെ മാറുമായിരിക്കും. അപ്പം എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന ബോയ്സിനെല്ലാം ഗേൾ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം ഞാനും ശ്രമിച്ചു. പക്ഷെ എനിക്ക് അവരിലേക്ക് വരുന്ന വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബെസ്റ്റ് കൂട്ടുകാരി, എനിക്കെല്ലാം തുറന്നു പറയാൻ പറ്റുന്ന എൻ്റെ കൂട്ടുകാരിയായിട്ടാണ് എനിക്ക് അവരെ കൺസിഡർ ചെയ്യുന്നത്. അതിനപ്പുറത്തേക്ക് എനിക്കൊന്നും ഫീൽ ചെയ്യുന്നില്ല. അവരെ കാണണമെന്നോ അവരടുത്ത് പോയി ഇരിക്കണമെന്നോ ഇതൊന്നുമില്ല. എനിക്ക് അവരുമായിട്ട് കല്ല് കളിക്കണം, ചക്ക് കളിക്കണം, സാറ്റ് കളിക്കണം, ഇതൊക്കെയാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പം സ്കൂളിൽ പരിപാടികളൊക്കെ വന്നാൽ പോലും ഞാൻ പോയിട്ട് പിന്നെന്താ പറയുക, ഇവർ പ്രാക്ടീസ് ചെയ്യുന്നിടത്തെല്ലാം ഞാനിങ്ങനെ പോയി നിൽക്കുമ്പോൾ ഇവരെന്നെ ഓടിച്ചു വിടും.
ഒരാണെന്തിനാ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നിടത്ത്. പക്ഷെ ഞാൻ എൻ്റെ ഉള്ളിലെ സ്ത്രീയെ ഞാൻ അവിടെ കണ്ടതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. പക്ഷെ അത് പലർക്കും മനസ്സിലായില്ലെന്നുള്ള. പോകെ 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 എല്ലാവർക്കും മനസ്സിലായി. ഇപ്പൊ പണ്ട് കൂടെ പഠിച്ച ആരെങ്കിലും ആയിട്ട് കണക്ഷൻ ഉണ്ടോ? എല്ലാവരും എങ്ങനെയാണ്? എൻ്റെ സുഹൃത്തുക്കളെല്ലാം എന്നെ എത്രത്തോളം പാമ്പർ ചെയ്താ കൊണ്ടുവന്നറിയാവോ. ഞാൻ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് എന്നെ കാണാൻ വരാനും ഞങ്ങളെല്ലാവരും കൂടി കൂടാനും ഫുഡ് കഴിക്കാനും. അവിടെ ഒരു എന്താ പറയുക, ഒരു മാറ്റി നിർത്തലൊന്നുമല്ല. എടി നീ ഇന്നലെ നീ അവിടെ ആയിരുന്നു, നിന്റെ കുറെ ഫോട്ടോസ് കണ്ടല്ലോ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. എന്നെ അക്സെപ്റ്റ് ചെയ്തല്ലോ. എൻ്റെ കൂടെ പഠിച്ച ഹേമയാണെന്നുണ്ടെങ്കിലും ബിന്ദു ആണെന്നുണ്ടെങ്കിലും ദീപയാണെന്നുണ്ടെങ്കിലും നജീമയും തർജയും ഇവരെല്ലാം എനിക്ക് ഇപ്പോഴും ഓർമ്മയാണ്. അവരെല്ലാവരും എന്നെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ ഒരുമിച്ചടി ഇന്നലെ എന്തായിരുന്നു കറി, ഇന്ന് എന്തായിരുന്നു, നീ കഴിഞ്ഞ ദിവസം തൊട്ട് സാരി കൊള്ളായിരുന്നല്ലോ. ഇത് പറയുന്ന ആ ഒരു സമയം ഞാൻ അനുഭവിക്കുന്ന ആ ഒരു സന്തോഷവും സമാധാനവും അത് നമുക്ക് ഒരിടത്തൊന്നും കിട്ടുകയില്ല. ട്രാൻസ്ജെൻഡേഴ്സിനും പൊതുവെ എല്ലാവരും സെക്സ് വർക്കിന് പോകുന്നവരെന്ന് പറഞ്ഞിട്ട് പറയുന്നത് ഈ പറയുന്ന സർജറിയും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജെൻഡറിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നൊരു ഇതുണ്ട്. ഐ ഡോണ്ട് നോ, അത് സർജറി ചെയ്യാൻ വേണ്ടിയിട്ടാണോ അവർ സെക്സ് വർക്ക് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യാനാണോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഈ സെക്സ് വർക്കിന് പോകുന്ന ഓരോ കുട്ടികളുമായിട്ട് എനിക്ക് വളരെ അടുത്ത ആത്മബന്ധമുള്ളവരാണ്. അപ്പൊ ഇവർ ഈ സെക്സ് വർക്കിന് പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരും തയ്യാറാകുന്നില്ല. അറ്റ് ദ മൂമെന്റ്സിൽ 7 മണി കഴിഞ്ഞാൽ ഇവരെടുത്ത് വിലപേശാൻ പോകുന്ന സദാചാര ചേട്ടന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഒരു കാര്യം പറയാണ്, ട്രാൻസ്ജെൻഡേഴ്സിന്റെ എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ് സെക്സ് വർക്കിന് പോകുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുമ്പോ എപ്പോഴെങ്കിലും മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്കോ? ഞാൻ സെക്സ് വർക്ക് അല്ല, അങ്ങനെയല്ല, പൊതുവെ ഈ കമ്മ്യൂണിറ്റീനെ പറയുമ്പോ എനിക്ക് തീർച്ചയായിട്ടും എന്താ പറയാ, അതൊരു അവസ്ഥയാണ്. അതും ഒരു അവസ്ഥയാണ്. ആരാണ് ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ തയ്യാറാകുന്നത്, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നത്, അവരുടെ ആവശ്യങ്ങൾ ചോദിച്ചറിയാൻ തയ്യാറാകുന്നത്? ഞാൻ കണ്ടിട്ടില്ല. 100-ൽ 1-2 പേര് പറയുമായിരിക്കും ആ ജോലി തരാമെന്നുള്ളത്. പക്ഷെ അവിടെ അബ്യൂസിങ് ആണ് നടക്കുന്നത്. മനസ്സിലായോ? സെക്സ് വർക്ക് ചെയ്യുന്നവരെ കല്ലെറിയുവാനും വിമർശിക്കുവാനും ഇവിടെ ആർക്കും ഒരു യോഗ്യതയുമില്ല. 100%. അറ്റ് ദ സെയിം ടൈമിൽ ആണുങ്ങളും ഇവിടെ സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്, പെണ്ണുങ്ങളും ചെയ്യുന്നുണ്ട്. 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കും കൊച്ചമ്മമാരുടെ കിടക്കറയിൽ പോയി സുഖം കൊടുക്കുന്ന പുരുഷന്മാരിവിടെയുണ്ട്. അറ്റ് ദ സെയിം ടൈമിൽ കോളേജിലേക്ക് കുളിച്ചൊരുങ്ങി പോകുന്ന കുട്ടികൾ ഇവിടുന്ന് ബോംബെയിലേക്കും ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പോകുന്നതായിട്ട് ന്യൂസുകൾ ഒരുപാട് വരുന്നുണ്ട്, ഇല്ലേ? പല പാർക്കുകളിലും പോയ പല പുരുഷന്മാരുടെയും മടിയിൽ കിടക്കുന്ന സ്ത്രീകളെ, പെൺകുട്ടികളെ നമുക്ക് കാണാം. 10ാം ക്ലാസ് മുതൽ അങ്ങേയറ്റം ഓഫീസുകളിൽ വർക്ക് ചെയ്യുന്നു. എന്തിനേറെ പറയുന്ന, ഒരു ഓഫീസ് റൂമിൽ പോലും സെക്സ് അബ്യൂസ്മെന്റ് നടക്കുന്നുണ്ട്. പണം കൊടുത്തും പണം കൊടുക്കാതെയും ശാരീരിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇതെല്ലാം നമ്മുടെ ഈ ചുറ്റുവട്ടത്ത് നടക്കുന്നുണ്ടല്ലേ. കൂട്ടുകാരിയുടെ അമ്മയെ സെക്ഷുവലി യൂസ് ചെയ്യുന്ന കൂട്ടുകാരന്മാരുണ്ട്. കൂട്ടുകാരൻ്റെ ആൻറ്റീനെ സെക്ഷുവലി യൂസ് ചെയ്യുന്ന കൂട്ടുകാരന്മാരുണ്ട്. അയലത്ത് താമസിക്കുന്ന ചേച്ചിമാരെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചുകൊണ്ട് അവരെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് പൈസ വാങ്ങിച്ചിട്ട് അവരുമായിട്ട് സെക്ഷുവൽ ബന്ധത്തിൽ ഏർപ്പെടുന്ന പുരുഷന്മാരുണ്ട്. ബന്ധങ്ങളിലുണ്ട്, കൂട്ടുകുടുംബങ്ങളിലുണ്ട്. ഇതെല്ലാം നമ്മുടെ ഈ ഒരു ലോകത്ത് നടക്കുന്ന കാര്യമാണ്. ട്രാൻസ് കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു ആഗോളാന്തര വാർത്തയായി മാറുകയാണ്. വൈ? എന്തുകൊണ്ട് ഇവര് 10ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 12ാം ക്ലാസ് വരെ ആ സ്കൂളിലെ ദ ബെസ്റ്റ് സ്റ്റുഡൻ്റ് ആയിരിക്കും. പഠിക്കാൻ, പാട്ട് പാടാൻ, ഡാൻസ് കളിക്കാൻ, എഴുതാൻ, സംസാരിക്കാൻ, എന്ത് കാര്യത്തിലും ടോപ്പ് 1-ൽ നിൽക്കുന്ന ഒരു കുട്ടി അവരുടെ ജെൻഡർ റിവീൽ ചെയ്യുന്ന ഒരു സമയത്ത് സദാചാരം പറഞ്ഞുകൊണ്ടും കുടുംബ പശ്ചാത്തലം പറഞ്ഞുകൊണ്ടും ചേച്ചിയുടെ കല്യാണം നടക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ചേട്ടൻ്റെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞു, അച്ഛൻ്റെ അഭിമാനം പോകുന്നു, അമ്മ തൂങ്ങിച്ചാകുമെന്ന് പറഞ്ഞുകൊണ്ട് എത്ര കുട്ടികളെയാണ് ഇവർ മെന്റലി ടോർച്ചർ ചെയ്ത് വീടിനകത്ത് അടച്ചിട്ടിരിക്കുന്നത്.
മനസ്സിലായോ? ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഇവർ ഭ്രാന്തെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അവർ പൊട്ടിത്തെറിക്കുന്ന സമയത്താണ് വീട് വിട്ട് പുറത്തേക്ക് വരുന്നത്. കിടക്കാൻ ഇടമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഉടുക്കാൻ വസ്ത്രമില്ല, ഒന്ന് കുളിക്കാൻ പോലും സ്ഥലമില്ലാതെ വരുന്ന അവസ്ഥയിൽ ഇവർ അവസാനമായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ലോകമാണ് സെക്സ് വർക്ക് എന്ന് പറയുന്നത്, സ്ട്രീറ്റ് തിരഞ്ഞെടുക്കുന്നത്. ഇതേ സ്ഥലങ്ങളിൽ അമ്മാവനും കൊച്ചമ്മാവനും ചേട്ടന്റെ കൂട്ടുകാരനും കൊച്ചച്ഛനും എല്ലാവരും പോകുന്നുണ്ട് വില പേശാനായിട്ട്. ഇരുട്ടന്റെ മറവിൽ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളത് മാത്രമാണ്. ആരെങ്കിലും ഒന്ന് കൈപിടിച്ച് കൊണ്ടുവരുന്നുണ്ടോ? എൻ്റെ കുഞ്ഞിനെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരമ്മയ്ക്കാണ്. ആ അമ്മയ്ക്ക് കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ ആ കുട്ടി സെക്സ് വർക്ക് ചെയ്യുന്നതിൽ ആർക്കാണ് ദോഷം, ആർക്കാണ് വേദന? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീനെ മാത്രം ഇപ്പൊ സെക്സ് വർക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരാളോട് ഇഷ്ടം തോന്നി അവർ തമ്മിൽ സെക്ഷലി ബന്ധപ്പെടുന്ന സംഭവങ്ങളുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ട്രാൻസ് കമ്മ്യൂണിറ്റീനെ മാത്രമാണ് ഈ സെക്സ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറയും. അതിവിടെ ലോകം ഉണ്ടായ കാലം മുതൽ ലോകം അവസാനിക്കുന്ന കാലം വരെ ഇതിവിടെ ഉണ്ടാകും. രാഷ്ട്രീയ മേഖലകളിൽ, പൊതുസമൂഹങ്ങളിൽ, ഓഫീസുകളിൽ, സ്കൂളുകളിൽ, കോളേജുകളിൽ, ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, പോലീസ് സ്റ്റേഷനുകളിൽ ഇവിടെ എല്ലാം ഈ സെക്സ് നടക്കുന്നുണ്ട്. മനസ്സിലായ? ഇത്തിരി സ്ഥലം കിട്ടിയ സെക്സ് ചെയ്യുന്ന ലോകമാണ് നമ്മുടേത്. ദാരിദ്ര്യം പിടിച്ച ലോകമാണ്. സെക്സിന് ദാരിദ്ര്യം പിടിച്ച ലോകമാണ്. എന്തുകൊണ്ട്, ഞാൻ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ഈ പുരുഷവർഗത്തിനെ സെക്സ് ചെയ്യാനായിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയെ സെലക്ട് ചെയ്യുന്നു? നിങ്ങൾക്ക് സെലക്ട് ചെയ്യാതിരുന്നു കൂടെ? ഇവരാരെങ്കിലും ഈ ആണുങ്ങളുടെ വീടിന്റെ വടക്ക് പുറത്ത് പോയിട്ട് നീ 500 തന്നാ മതി, 1000 തന്നാ മതി, 100 തന്നാ മതി എന്ന് ചോദിക്കുന്നുണ്ടോ? ഇവർ ഒരിടത്ത് നിൽക്കുകയാണ്. അവിടെ എന്തിന് ഇവർ പോകുന്നു? ഇവർക്ക് വീട്ടിൽ ഭാര്യമാരില്ലേ, കാമുകിമാരില്ലേ? ഇവര് സേഫ് സോൺ നോക്കി പോവുകയാണ്. മനസ്സിലായ? സേഫ് സോൺ ആണ് ഇവർക്കിത്. ഇവര് പരാതി പറയില്ല, ഗർഭം ഉണ്ടാവില്ല, നാളെ ഒരു സമയത്ത് കൊച്ചിനെയും കൊണ്ട് വീട്ടിന്റെ മുമ്പിൽ വരുമെന്ന് പറയത്തില്ല, പത്രസമ്മേളനം നടത്തില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ്. നേരെ മറിച്ച് ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നാളെ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ബലം കൂടുമെന്നറിയാം. അല്ലേ? എന്തിനാ വരുന്നത്? നിങ്ങൾ വരണ്ട, നിങ്ങൾ പോകണ്ട അവരുടെ അടുത്തേക്ക്, പാവങ്ങൾ അവിടെ നിന്നോട്ടെ. എങ്ങനെ ചിന്തിക്കാത്ത എന്താ? രാത്രി കാലമാകുമ്പോൾ ഇവർക്ക് ഫ്രസ്ട്രേഷൻ കൂടുന്ന സമയത്ത് എന്താ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ അറിയാത്തത്? എന്തിനാ അവർ ഉറങ്ങിക്കഴിയുമ്പോൾ ബൈക്കും എടുത്ത് റോഡിൽ വരുന്നത്? എനിക്ക് സംശയമാണ് എന്തുകൊണ്ട് നിങ്ങൾ അവിടെ പോകുന്നു? നിങ്ങൾ പോകാതിരിക്കൂ ചേട്ടന്മാര്. നിങ്ങൾക്ക് അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തീർക്കൂ. നമ്മൾ ആരെങ്കിലും വീടുകളിലേക്ക് വരുന്നോ? നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലേക്ക് വലിഞ്ഞു കയറി വരുന്നോ? ഇല്ല. എന്തിനാ അവരെ കല്ലെറിയാൻ പോകുന്നു? അവർ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനും ഒരു നേരത്തെ ഹോർമോൺ ട്രീറ്റ്മെന്റിനും അവരുടെ മറ്റ് ചെലവുകൾക്കും വേണ്ടിയിട്ട് അവരുടെ ശരീരം ടൂൾസ് ആക്കുന്നു. എല്ലാവരും ടൂൾസ് ആക്കിയെന്ന് വരില്ല, ചിലർക്ക് അത് അങ്ങനെ വരേണ്ടി വരുന്നു. അത് അവരുടെ അവസ്ഥയാണ്. അതിനെ അവര് യൂസ് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കൂട്ടുകാരന്മാരോട് ചേർന്ന് നിന്നിട്ട് ഇതെല്ലാം അവിടെ നിൽക്കുന്നതാണ്. അവിടെ നിൽക്കുന്ന ഇവൻ എങ്ങനെ കണ്ടു? ഇവൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയേക്ക് കാണുമോ? ഇല്ല. ഇതെല്ലാം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കൂട്ടുകാരിയുടെ അമ്മേനെയും കൂട്ടുകാരൻ്റെ ആൻറ്റീനെയും ഓഫീസിലെ സബോർഡിനേറ്റിനെയും അല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന മറ്റു ആൾക്കാരെയും മറ്റു മേഖലകളിലുള്ളവരെയും വലിയ ആൻറ്റിമാരെയും ഒക്കെ തുറുപ്പിച്ചിട്ടാക്കി വെച്ചുകൊണ്ട് ഇവന്മാരുടെ ഓരോ കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടുന്നില്ല ഇവിടെ. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 15 വയസ്സുകാരൻ 19 വയസ്സുകാരിനെ പീഡിപ്പിച്ചു, നഗ്ന ചിത്രങ്ങൾ പകർത്തി എന്ന് പറയുന്നു. ഇതൊന്നും എന്താ അറിയാത്തത്? 14 വയസ്സുകാരൻ മറ്റുള്ള ഒരു പെൺകുട്ടീനെ സെക്സ് ചെയ്യാനായിട്ട് മറ്റു കൂട്ടുകാരന്മാർക്ക് കൂട്ടുനിന്നു, വീഡിയോ എടുക്കാനായിട്ട് നിന്നു. മനസ്സിലായ? ചേട്ടന്റെ ഭാര്യനെ 10 ദിവസം ഓഫീസിൽ കൊണ്ടാക്കി 11ന്റെ അന്ന് ചേട്ടന്റെ കട്ടിലിന്മേൽ അനിയൻ കയറി കിടക്കുന്നു. ഇതൊക്കെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളാ, മൂടി വെക്കേണ്ട കാര്യങ്ങളല്ല. അല്ലേ? ഇതൊക്കെ ചർച്ചയിൽ വരണം. ട്രാൻസ് കമ്മ്യൂണിറ്റികൾ എന്ത് ചെയ്തെന്ന് പറയുന്നത്?